കുട്ടികളിലെ റിഫ്രാക്റ്റീവ് എറർ അഥവാ കണ്ണട വേണ്ടുന്ന അവസ്ഥ, അതിനെപ്പറ്റി നമുക്കിന്ന് ചർച്ച ചെയ്യാം. ഞാൻ ഡോക്ടർ മാനസ, കൺസൾട്ടന്റ് ഓഫ്തൽമോളജിസ്റ്റ് PRS ഹോസ്പിറ്റൽ, ട്രിവാൻഡ്രം. കുട്ടികളിൽ കാഴ്ചക്കുറവിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട കാരണമാണ് റിഫ്രാക്റ്റീവ് എറർ അഥവാ കണ്ണട വേണ്ടി വരുന്ന ഒരവസ്ഥ. ഇതിൻ്റെ കോൺസിക്വൻസ് എന്തെന്നാൽ, ഒന്ന്, ചെറിയ കുട്ടികൾക്ക് അത് പരാതിപ്പെടാൻ പറ്റുന്നില്ല, അതായത് കാഴ്ചക്കുറവുണ്ട് എന്നുള്ളത്. അവർ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതായത് ബുക്ക് വളരെ അടുത്ത് വെച്ച് വായിക്കുകയോ TV വളരെ അടുത്ത് ചെന്ന് കണ്ടോ അവരതിനോട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. പിന്നെ കണ്ണുകൾ ചുരുക്കി നോക്കുക, അല്ലെങ്കിൽ വായിക്കാനോ എഴുതാനോ താല്പര്യമില്ലാതെ ഇരിക്കുക, അങ്ങനെ വേഗമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കുട്ടികൾ കാണിക്കുന്നത്. അവർ കാഴ്ചക്കുറവിനെ പറ്റി പറയുന്നില്ല. ഇതിന് ലോങ് ടേം കോൺസിക്വൻസസ് ഉണ്ട്. എന്തുകൊണ്ടെന്നാൽ, നമ്മുടെ കാഴ്ച എന്നൊരു എബിലിറ്റി നമുക്ക് ജനിക്കുമ്പോഴേ പൂർണ്ണമായിട്ട് ഉണ്ടാകുന്ന ഒന്നല്ല. നമ്മൾ കാര്യങ്ങൾ കണ്ട് നമ്മുടെ നെർവ് സിഗ്നൽസ് കൊണ്ട് ബ്രെയിൻ സ്റ്റിമുലേറ്റഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്കില്ലാണ് വിഷൻ. അപ്പോൾ ചെറിയ പ്രായത്തിൽ നമ്മൾ മങ്ങി കാണുകയാണെങ്കിൽ അതനുസരിച്ച് നമ്മുടെ കണ്ണിൽ നിന്ന് തലച്ചോറിലേക്ക് പോകുന്ന നെർവിൻ്റെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുകയും അത് കാരണം ആംബ്ലയോപ്പിയ അഥവാ ലേസി ആയി വരികയും ചെയ്യുന്നു. അത് വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു 10 or 15 വയസ്സ് കഴിഞ്ഞാണ് നമ്മൾ ഈ പവർ കാഴ്ചക്കുറവ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതെങ്കിൽ കണ്ണട ഉപയോഗിച്ചാലും കാഴ്ച ഇമ്പ്രൂവ് ആകാത്ത ഒരവസ്ഥ, അതാണ് ആംബ്ലയോപ്പിയ അഥവാ ലേസി ആയി. രണ്ടാമത്തെ കോൺസിക്വൻസ് എന്തെന്നാൽ, കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തെയും ഇത് ബാധിക്കും. അതായത് ദൂരേക്ക് കാണാൻ കഴിയുന്നില്ല, അവർക്ക് അടുത്ത് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ഇൻട്രോവേർട്ട്സായി, അതായത് അന്തർമുഖരായിട്ട് വളരാനും അങ്ങനെ അവരുടെ പേഴ്സണാലിറ്റിയെ തന്നെ ബാധിക്കാനും അവരുടെ അക്കാഡമിക് ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെ ബാധിക്കാനും സാധ്യതയുണ്ട്. അതിനാൽ നമ്മളിത് വളരെ നേരത്തെ തിരിച്ചറിഞ്ഞ് അതിന് പരിഹാരം കണ്ടെത്തിയാൽ നമ്മൾക്ക് ഇതെല്ലാം അവോയ്ഡ് ചെയ്യാനാകും. കുട്ടികളെ അവരുടെ ഫുൾ പൊട്ടൻഷ്യലിൽ വളരാൻ ഹെൽപ്പ് ചെയ്യാനും സാധിക്കും. ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? കുട്ടികൾ, ഒന്ന്, കാഴ്ചക്കുറവായിട്ട് പറയാം. 2, തലവേദന, കണ്ണിൽ കഴപ്പ്, വേദന, പെട്ടെന്ന് ക്ഷീണം വരിക, കണ്ണുകൾ ചുരുക്കി നോക്കുക, അല്ലെങ്കിൽ സ്ക്വിൻറ്റിങ്, കണ്ണ് മാറിയിരിക്കുക, 2 കണ്ണും വെച്ച് നോക്കുമ്പോൾ അത് നേരെ ഇരിക്കാതെ ഇരിക്കുക. പിന്നെ അക്കാഡമിക് ആക്ടിവിറ്റീസിൽ താല്പര്യം കുറയുക, കണ്ണിൽ നിന്ന് അധികമായി കണ്ണുനീര് വരിക, കണ്ണ് ഇടയ്ക്കിടയ്ക്ക് തിരുമുക, ഇടയ്ക്കിടയ്ക്ക് ഇമ വെട്ടുക. ഇതെല്ലാമാണ് സാധാരണയായി കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ. ഇതിനുള്ള പരിഹാരം എന്തെല്ലാമാണ്? കണ്ണടയാണ് കുട്ടികളിൽ വളരെ ഈസി ആയിട്ടും എഫക്റ്റീവായിട്ടും നമുക്ക് കൊടുക്കാൻ സാധിക്കുന്ന പരിഹാരം. ഇനി ഈ കണ്ണട ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? കണ്ണ് ഒരു ക്യാമറ പോലെയാണ്. അതിൻ്റെ നീളവും കൃഷ്ണമണിയുടെ വളവും അതിൻ്റെ ഉള്ളിലെ ലെൻസിൻ്റെ ഒരു ബാലൻസിലാണ് പുറത്തുനിന്ന് വരുന്ന ലൈറ്റ് റേസ് നമ്മുടെ കണ്ണിൻ്റെ ഞരമ്പിൽ ഫോക്കസ്ഡ് ആവുന്നത്. അതായത് ഒരു ക്യാമറയുടെ ഫിലിമിൽ ലൈറ്റ് റേസ് ഫോക്കസായി ക്ലിയർ ആയിട്ടൊരു ഇമേജ് തരുന്നത് പോലെ. ഇനി ഈ നീളത്തിലോ കൃഷ്ണമണിയുടെ വളവിലോ ലെൻസിൻ്റെ പവറിലോ വ്യത്യാസമുണ്ടെങ്കിൽ ഈ ലൈറ്റ് റേസ് ഞരമ്പിൻ്റെ പിന്നിലോ മുമ്പിലോ ഫോക്കസ് ആയിട്ട് നമുക്ക് ബ്ലർ ആയിട്ടൊരു ഇമേജ് ഉണ്ടാകുന്നു. നമ്മൾ കണ്ണട വയ്ക്കുമ്പോൾ ഈ പോരായ്മ, അതായത് കണ്ണിൻ്റെ പവറിലുള്ള പോരായ്മ, നമ്മൾ കണ്ണടയിലൂടെ ഒരു എക്സ്ട്രാ ലെൻസ് ഫ്രണ്ടിൽ കൊടുത്ത് ആ ലൈറ്റ് റേസിനെ ഞരമ്പിൽ ഫോക്കസ് ചെയ്യുന്നു. അത്ര മാത്രമാണ് കണ്ണടയുടെ റോൾ. അതായത് കണ്ണട വെക്കുന്ന സമയത്ത് ഇമേജ് ക്ലിയർ ആയിട്ട് റെറ്റിനയിൽ വീഴുന്നു, ബ്രെയിനിന് നല്ല ക്ലിയർ ഇമേജ് ഫോക്കസ് ചെയ്യാൻ കിട്ടുന്നു, അത്രമാത്രം. അല്ലാതെ കണ്ണട വെച്ചതുകൊണ്ട് കുട്ടികളുടെ പവർ കൂടുകയോ കുറയുകയോ ഭാവിയിൽ കണ്ണട വേണ്ടാതിരിക്കുകയോ കണ്ണടയുടെ പവർ കൂടുതൽ വേണ്ടി വരികയോ ഒന്നും ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് ഈ ക്ലിയർ ഇമേജ് ഇമ്പോർട്ടൻറ്റ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ബ്രെയിനിന് ഒരു സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ വിഷ്വൽ ഇൻപുട്ടാണ് 80% ഓഫ് ദ ഇൻപുട്ട് ബ്രെയിനിന്. അപ്പോൾ ക്ലിയർ ആയിട്ടൊരു ഇമേജ് കിട്ടിയാൽ ബ്രെയിനിന് അത്രയും നല്ലതാണ് വളർച്ചയ്ക്കും ബാക്കി എല്ലാ ആക്ടിവിറ്റീസിനും. അതുകൊണ്ട് കുട്ടികളിൽ കണ്ണട ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നതിന് നമ്മൾ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. മറ്റ് ഓപ്ഷൻസ് കോൺടാക്ട് ലെൻസ്, റിഫ്രാക്റ്റീവ് സർജറി എന്നിവയാണ്. ഇതെല്ലാം കുറച്ച് വളർന്നതിന് ശേഷം മാത്രമേ നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ളൂ. ഇനി ഈ ലോക്ക്ഡൗണിന് ശേഷം നമ്മൾ നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് മയോപ്പിയ എന്നുള്ളത്. അതായത് കുട്ടികൾക്ക് അടുത്ത് മാത്രം കാണാൻ പറ്റുന്നു, ദൂരേക്ക് കാണാൻ പറ്റുന്നില്ല. അതായത് ഈ കുട്ടികൾക്ക് ദൂരേക്ക് കാണണമെങ്കിൽ അവർക്ക് മൈനസ് പവർ ആവശ്യം വരുന്നു. അതിനെയാണ് നമ്മൾ മയോപ്പിയ അഥവാ ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് പറയുന്നത്. ഇനി ഇതിലും പ്രശ്നമാണ് പ്രോഗ്രസീവ് മയോപ്പിയ എന്നുള്ളത്. അതായത് നമ്മൾ കുട്ടിക്ക് 4 വയസ്സാകുമ്പോൾ കാണുമ്പോൾ പവർ -1. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. 5 വയസ്സാകുമ്പോൾ -3. അതൊരു പ്രോഗ്രസീവ് മയോപ്പിയാണ്. അതായത് കണ്ണിൻ്റെ നീളം കൂടി വരികയാണ്. അങ്ങനെ വന്നാൽ എന്താണ് പ്രശ്നം എന്നുള്ളത്? കണ്ണിൻ്റെ നീളം കൂടി വരുമ്പോൾ കണ്ണിൻ്റെ ഞരമ്പ് വലിയുന്നു, അതിൻ്റെ അറ്റത്ത് ടേഴ്സും ഹോൾസും എല്ലാം ഫോം ചെയ്യുന്നു.
പിന്നെ നമുക്ക് വളരെ ചെറിയ പ്രായത്തിലെ കണ്ണിൻ്റെ ഞരമ്പിൽ ഡീജനറേറ്റീവ് ചേഞ്ചസ് വരുന്നു. അപ്പോൾ കണ്ണിൻ്റെ നീളം കൂടി വരുന്നത് കണ്ണിൻ്റെ ഞരമ്പിൻ്റെ ആരോഗ്യത്തിന് തീർത്തും ഹാനികരമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് പ്രോഗ്രസീവ് മയോപ്പിയ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളത്. ഇത് വരാനുള്ള ഒരു റീസൺ ഇപ്പോഴത്തെ കുട്ടികൾ എപ്പോഴും അടുത്ത് മാത്രം നോക്കുന്നത് കൊണ്ടാണ്. ഈ കണ്ണിൻ്റെ വളർച്ച, ഒരു കുട്ടി ജനിക്കുമ്പോൾ കണ്ണ് അഡൾട്ട് സൈസിൻ്റെ 2/3 മാത്രം സൈസാണ് ഉള്ളത്. ഇനി ഈ കണ്ണിൻ്റെ ഗ്രോത്ത് റെഗുലേറ്റ് ചെയ്യുന്നതോ ബ്രെയിനാണ്. ബ്രെയിൻ സിഗ്നൽസ് കൊടുത്തിട്ടാണ് കണ്ണിൻ്റെ നീളവും വളവും എല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത്. അതിന് നമുക്ക് ഡയറക്റ്റായി പോയി ഇൻ്റർവ്യൂൻ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാം. അതായത് കുട്ടികളിൽ എല്ലാ ദിവസവും 2-3 മണിക്കൂർ വീതം ദൂരോട്ട് നോക്കുന്ന ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതും സൺലൈറ്റ് ഉള്ളപ്പോൾ. അതായത് സൈക്ലിംഗ്, സ്വിമ്മിങ്, ക്രിക്കറ്റ് കളിക്കുക, ബാഡ്മിൻ്റൺ കളിക്കുക, ഔട്ട്ഡോർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്. അതിപ്പോൾ രാത്രി ടർഫിൽ പോയി ചെയ്തിട്ട് വലിയ ഗുണമില്ല. നമ്മൾ സൺലൈറ്റ് ഉള്ളപ്പോൾ ചെയ്യണം. അങ്ങനെ നിയർ ആക്ടിവിറ്റിയും ഡിസ്റ്റൻ്റ് ആക്ടിവിറ്റിയും തമ്മിലൊരു ബാലൻസ് ഉള്ളപ്പോൾ നമുക്ക് ഈ പ്രോഗ്രസീവ് മയോപ്പിയ തടയാനാകും. ഇത് പഠനങ്ങൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഒരു മിസ്കൺസെപ്ഷനാണ് എക്സസൈസും ന്യൂട്രീഷനും. ഒരു പഠനങ്ങളും പ്രൂവ് ചെയ്തിട്ടില്ല നമുക്കൊരു എക്സസൈസിലൂടെയോ അല്ലെങ്കിൽ ഒരു ബാലൻസ് ഡയറ്റിലൂടെയോ റിഫ്രാക്റ്റീവ് എറർ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. എക്സസൈസും ബാലൻസ് ഡയറ്റും എല്ലാം നമ്മുടെ ജനറൽ ഹെൽത്തിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പക്ഷേ സ്പെസിഫിക് ആയിട്ട് അത് റിഫ്രാക്റ്റീവ് എറർ പ്രിവെൻറ്റ് ചെയ്യുന്നില്ല.